അതുകൊണ്ട് ഫമിൻഹു യഅകുലൂൻ, നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ, ആ ഭക്ഷണത്തിന് നിങ്ങൾ നന്ദി ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ നന്ദി ചെയ്യുന്നത്, മൻ അകല മാ യസ്ഖുതു മിനൽ മാഇദതി ആശ ഫീ സഅ വഊഫിയ ഫീ വൽദിഹി വവൽദി വൽദിഹി മിനൽ ഹംഖ്. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഹദീസ്, മുഫസ്സിരീങ്ങൾ പറയുന്ന ഹദീസ് മുഫസ്സിറുകൾ ഉദ്ധരിക്കുകയാണ്. മൻ അകല, ആരെങ്കിലും മാ യസ്ഖുതു മിനൽ മാഇദ, സുപ്രയിൽ നിന്ന് വീണുപോകുന്നത്, നമ്മുടെ ഭക്ഷണത്തിന്റെ പ്ലേറ്റിൽ നിന്ന് വീണുപോകുന്നത് ആരെങ്കിലും എടുത്ത് ഭക്ഷിച്ചാൽ, അങ്ങനെ സംഭവമില്ലല്ലോ, കഴിഞ്ഞാൽ എടുത്ത് കളയാണ്, ദൂരെ കൊണ്ടുപോയി കൊട്ടിക്കളയാൻ. പിന്നെ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ പരീക്ഷണം വരുന്നത് പേടിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. തിന്നാൻ പറ്റുന്നത് ഉണ്ടാക്കുക, ഉണ്ടാക്കിയത് നമ്മൾ ഭക്ഷിക്കുക, അതൊരിക്കലും നശിപ്പിച്ച ഒരു മൃഗത്തിനെങ്കിലും ഉപകാരപ്പെടണം. നമ്മുടെ കച്ചറ കൊണ്ടുപോയി കിട്ടിയിട്ട് ആർക്കവിടെ കിട്ടുന്ന ഒരു പൂച്ചക്ക് പോലും കിട്ടൂല അല്ലേ? നമ്മളിവിടെ കൊണ്ടുപോയി കുട്ടിയാലേ, ഈ നഗരങ്ങളിലെ വിഷയങ്ങൾ അതാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ വല്ല ആടിനോ പശുവിനൊക്കെ കൊടുക്കാന്ന്, വല്ല ഒട്ടകത്തിനും കിട്ടുമെന്ന് വിചാരിക്കുക. ഇവിടെയൊക്കെ നമ്മൾ കൊണ്ടുപോയി കൊട്ടുന്നത് ഒരുപാട് വിസർജ്യങ്ങളിലേക്കാണ് പോകുന്നത്. കടുത്ത കുറ്റല്ലേ? ഇങ്ങനെയൊക്കെ റബ്ബ് പറഞ്ഞു. നിങ്ങളുടെ ധാന്യമണിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു ഹുബൂസ്, ഒരു ബ്രെഡ് ഉണ്ടാവണമെങ്കിൽ എത്ര ധാന്യം പൊടിക്കപ്പെടണം? അതേപ്പറ്റി നിങ്ങൾ ആലോചിച്ചുവോ? നിങ്ങളുടെ ഭക്ഷണത്തളികയിൽ നിന്ന് വീണുപോകുന്നത് ആരെങ്കിലും എടുത്തു ഭക്ഷിച്ചാൽ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്, നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് എന്തെങ്കിലും വീണുപോയാൽ ഫൽയുമിത്സു മാ അലൈഹാ മിനൽ അദാ, അതിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അഴുക്കെല്ലാം നീക്കിക്കളഞ്ഞ് ഫൽയകുൽഹാ, മനുഷ്യനത് തിന്നട്ടെ, അവൻ ഭക്ഷിക്കണം, അത് എറിഞ്ഞു കളയരുത്. മക്കളെ ഉമ്മമാര് പഠിപ്പിക്കണം. നമ്മൾ ചോറ് കഴിക്കുന്ന ആൾക്കാരാണ്, വറ്റ് വീണുപോകുക, അത് പെട്ടെന്ന് മനസ്സിലാവും. വറ്റ് വീണുപോയാൽ, പാത്രത്തിൽ നിന്ന് വീണുപോയാൽ അത് എടുത്ത് ഭക്ഷിക്കാൻ മക്കളെ പഠിപ്പിക്കണം. എടുത്ത് ഭക്ഷിക്കാൻ മക്കളെ പഠിപ്പിക്കണം. എന്തിനാന്നറിയോ? മക്കൾക്ക് ബുദ്ധിമോശം വരാതിരിക്കാൻ. ഹംഖ് എന്ന് പറയില്ലേ, ആൾ അഹ്മഖ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിയില്ലാത്ത മനുഷ്യനാണെന്ന്. അങ്ങനത്തെ അസുഖം മക്കളിലും മക്കളുടെ മക്കളിലും വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തളികയിൽ നിന്ന് വീണു പോകുന്നത് നിങ്ങൾ കഴുകിയിട്ടെങ്കിലും നിങ്ങൾ വൃത്തിയാക്കിയിട്ട് കഴിക്കണമേ, അത് നിങ്ങൾ വേസ്റ്റാക്കി കളയല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അകല മാ യസ്ഖുതു മിനൽ മാഇദ, അവന്റെ ഭക്ഷണത്തളികയിൽ നിന്ന്, പ്ലേറ്റിൽ നിന്ന്, സുപ്രയിൽ നിന്ന് വീണു പോകുന്നത് ആരെങ്കിലും എടുത്തു ഭക്ഷിച്ചാൽ ആശ ഫീ സഅത്തിൻ, അല്ലാഹു തആല വിശാലത ചെയ്തു കൊടുക്കുന്ന ഒരു ജീവിതം അയാൾക്ക് ലഭിക്കും. വിശാലത ഉണ്ടാകും ജീവിതത്തിൽ. വഊഫിയ ഫീ വലദിഹി വവൽദി വലദിഹി മിനൽ ഹംഖി, മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഭ്രാന്ത് പോലെയുള്ള അസുഖങ്ങൾ അല്ലാഹു വരുത്തി വെക്കില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്യാരണ്ടി തന്നത് ഭക്ഷിക്കുന്ന ഭക്ഷണത്തോട് ബഹുമാനം കാണിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഭക്ഷണം വേസ്റ്റ് ആക്കല്ലേ. കല്യാണങ്ങൾ നിങ്ങൾ എത്രയധികം ആളുകൾക്ക് തിന്നാൻ ആവശ്യമുള്ള ആളുകളെ വിളിക്കുകയും വിശപ്പുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുകയും അത് നിങ്ങൾ എത്ര വെറൈറ്റി ഉണ്ടാക്കിക്കോ, കുഴപ്പമില്ല, വേസ്റ്റ് ആക്കരുത്, വേസ്റ്റ് ചെയ്യരുത്. അല്ലാഹുവിന് ഇഷ്ടമല്ല. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്വീൻ, പിശാചിന്റെ കൂട്ടുകാരാണ് വേസ്റ്റാക്കി കളയുന്നവർ. ആർഭാടത്തിന്റെ പേരിൽ ഒരുപാട് വെച്ചുകൂട്ടി നശിപ്പിക്കല്ലേ. എന്ത് സംഭവിക്കും? മക്കളിലോ മക്കളുടെ മക്കളിലോ ഭ്രാന്ത് പോലെയുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു പരീക്ഷിച്ചേക്കും. സ്വന്തം മക്കളെ കണ്ടില്ല എന്ന് വരും. വൽദി വലദിഹി, മക്കളുടെ മക്കളുടെ മക്കളുകളിൽ അല്ലാഹു തആല ഭ്രാന്ത് രോഗം കൊടുത്തെങ്കിലും ഇവനെ പരീക്ഷിക്കുമെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ഈറ്റിംഗ് എറ്റിക്കറ്റ്സ്, അതിലൊക്കെ നമ്മൾ ഒരുപാട് മാറ്റം വരുത്തണം. ആവശ്യമുള്ളത് വാങ്ങിക്കുക. ഒരുപാട് വാങ്ങിക്കുന്ന, ഒരുപാട് വാങ്ങിച്ചു കൂട്ടുകയും ഒരുപാട് തിന്നുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. ഒരുപാട് ഈ നമ്മുടെ ജങ്ക് ഫുഡുകളൊക്കെ, ഈ നമ്മൾ പറയാറുണ്ടല്ലോ, പെപ്സി കുടിക്കാൻ പറ്റുമോ, കൊക്കോകോള കുടിക്കാൻ പറ്റുമോ, അതിന്റെ മസാലയല്ല ഞാൻ പറയുന്നത്. ഈ കുടിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് അതിന്റെ അത്ഭുതം അല്ലെ. സ്മോൾ ഓർ ലാർജ് ചോദിക്കൂലേ കൗണ്ടറിലുള്ള ആള്, ലാർജ് വേണോ സ്മോൾ വേണോ മീഡിയം വേണോ? ഈ സ്മോൾ എന്ന് പറഞ്ഞ തന്നെ മീഡിയത്തിന്റെ അപ്പുറത്താ. ഇത്ര വലുപ്പമുള്ള കുറ്റിയൊക്കെ ഓരോരുത്തർ കൊണ്ടുപോകും. ഇതൊക്കെ കുടിക്കുക. സുബ്ഹാനല്ലാഹ്, മനുഷ്യനെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. നീ കുടിച്ചേക്ക്, നിന്നെ വയറങ്ങട്ട് വലുതാവട്ടെ, അടുത്ത തവണ വരുമ്പോൾ 2 ലാർജ് എടുക്കുമെന്ന് പറയണം. അതിന് തരുന്ന ട്രെയിനിങ് ആണ് ഇതൊക്കെ. വളരെ സ്മോൾ തന്നെ മതി എന്ന് പറഞ്ഞാൽ തന്നെ അത് മീഡിയത്തിന്റെ അപ്പുറത്തേക്കുണ്ട്. അതന്നെ കുടിക്കാൻ മനുഷ്യന് എമ്പാടുമാണ്. അതിനപ്പുറം മീഡിയം എന്ന് പറഞ്ഞ അടുത്ത സ്റ്റെപ്പ്. അതും കഴിഞ്ഞൊരു ലാർജ് വരട്ടെ. സുബ്ഹാനല്ലാഹ്, എന്നിട്ട് കൊണ്ടുപോയി കൊട്ടുകയാണ്, കളയാണ്. നമ്മളെ കൊണ്ട് ഒരുപാട് തീറ്റിപ്പിക്കാനും ഒരുപാട് കുടിപ്പിക്കാനും പിശാച് ഉദ്ദേശിക്കുന്നുണ്ട്. ആരോഗ്യം നശിച്ചു പോകാൻ, ആരോഗ്യം നശിപ്പിക്കാൻ.
വേസ്റ്റാക്കരുതേ. അല്ലാഹു തആല ജീവിതത്തിൽ വിശാലത ലഭിക്കുകയും മക്കളിലും മക്കളുടെ മക്കളിലും പേരക്കിടാങ്ങളിലും ഭ്രാന്ത് പോലെയുള്ള അതുപോലെ ഹുംഖ് മണ്ടത്തരങ്ങൾ ചെയ്യുന്നത്, സ്വബോധമില്ലാതെ പ്രവർത്തിക്കുന്ന അസുഖങ്ങൾ വരുന്നത്, ഇതൊക്കെ അല്ലാഹു നിങ്ങൾക്ക് തരാതിരിക്കണമെങ്കിൽ നിങ്ങളുണ്ടാക്കുന്ന കറിയും നിങ്ങളുണ്ടാക്കുന്ന ഭക്ഷണവും എല്ലാം റീസൈക്കിൾ, റീയൂസ്, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ചോറൊക്കെ എടുത്തിട്ട് ഇഡ്ഡലിയാക്കി മാറ്റുന്നില്ലേ? അതൊക്കെ നല്ലതിന് കുഴപ്പമൊന്നുമില്ല. കുറച്ച് ചോറ് ബാക്കിയായി പോയി, നാളെ ഇഡ്ഡലി ആയിക്കോട്ടെ, ഇഡ്ഡലി കുറച്ച് ചോറെല്ലാം അരച്ചു കൊടുക്കുന്നു, ഒരു കുഴപ്പമില്ല. അത് റീയൂസ് ചെയ്യണം. നമ്മളിപ്പോ അങ്ങനെ പഠിപ്പിക്കുക കുട്ടികളൊക്കെ, റീസൈക്കിൾ, റീയൂസ് ആൻഡ് റെഡ്യൂസ്. ഉപയോഗം കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, പിന്നെ റീസൈക്കിൾ ചെയ്യാം. അപ്പോഴേ നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി ആവുള്ളൂ അല്ലെ? ഗ്രീൻ വേൾഡ്, അങ്ങനെയാണ്. ഗ്രീൻ തിങ്കിങ് ഒക്കെയാണ് ഇന്ന് ആവശ്യം. അതിനെക്കുറിച്ച് ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ എമ്പാടും അതിനെക്കുറിച്ച് ആലോചിക്കാൻ സമയമായി കഴിഞ്ഞു. നശിപ്പിക്കരുത്, മുസ്ലിം ഉമ്മത്തെ നശിപ്പിക്കലിൻ. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത തരട്ടെ. അവന്റെ നിഅമത്തിന് അവന്റെ ശുക്ർ ചെയ്യേണ്ട. അല്ലാഹു തരുന്ന ഭക്ഷണം ഫമിൻഹു യഅകുലൂൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ? അത് പറഞ്ഞ അല്ലാഹു നിർത്തി. നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ? ഈ ഭക്ഷിക്കുക എന്ന് പറഞ്ഞ ആ ഒരു ആക്ഷൻ എന്താ? നമ്മൾ പ്ലേറ്റിലേക്ക് കൈ കൊണ്ടുപോകുന്നു, വായയിലേക്ക് ഭക്ഷണം വെക്കുന്നു, അത് ഇറക്കുന്നു. ഇതിനപ്പുറത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്തില്ല. ഇതാണ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞത്. ഭക്ഷിച്ചു എന്ന് പറയുമ്പോൾ വായയിലേക്ക് ഭക്ഷണം വെച്ചു, ശരിക്ക് ചവച്ചരച്ചു. വായ മൗത്ത് ഫുള്ളായിട്ട് ഒരാൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ശ്രദ്ധിക്കണം. ഭക്ഷണത്തിന്റെ അച്ചടക്കത്തിൽ എന്ന് പറഞ്ഞാൽ വായിൽ ഭക്ഷണം വെച്ച് സംസാരിക്കരുത്. എന്തോ ഒരു മോശപ്പെട്ടൊരു കാഴ്ചയാണ്. ചോറിങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ വർത്താനം കഥയും പറഞ്ഞിരിക്കും വായിൽ വെച്ചിട്ട്. എന്തൊരു ബോറാണത്. ചെയ്യരുത് പൊന്നു സഹോദരങ്ങളെ. നമ്മൾ സ്നേഹം കൊണ്ട് പറഞ്ഞു തരാം. അത് വേറെ പറയേണ്ട വിഷയമല്ല. ഭയങ്കര ചെയ്യാൻ പാടില്ല, ഒരു സംസ്കാരശൂന്യമായ ചില വിഷയങ്ങളാണ് അതൊക്കെ. നമ്മൾ അങ്ങനെ വർത്താനം പറയും. ആ കുബൂസിന്റെ കയ്യിൽ കുബൂസ്, ഇപ്പുറത്തൊരു ചായ, ഇങ്ങനെ ഫീഡ് ചെയ്യാണ്. യാ അല്ലാഹ്, എന്നിട്ട് അങ്ങനെ കഥ പറയുന്നു. ഭക്ഷണം കഴിക്കുമ്പോ നല്ല ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നാ, അങ്ങനെ തന്നെ പറയാം. ഉലമാ ഇമാം ഗസാലി തങ്ങളൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നല്ല ചരിത്രങ്ങൾ ഭക്ഷണ തളികയിൽ ഉമ്മയും വാപ്പയും മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം, അതിന് കുഴപ്പമില്ല. അനാവശ്യ വർത്താന പാടില്ല എന്ന് പറഞ്ഞത്. ഹദീസുകൾ പറഞ്ഞു കൊടുക്കാം, അവിടെ ആയത്ത് പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഭക്ഷണം വായിൽ നിന്ന് ഇറക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക. ഒരു ഗ്യാപ്പ് വരൂലേ? ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ മറ്റാളെ പറ്റിച്ചൊരു കഥ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. 3 ആൾ കൂടിയിട്ട് ഭക്ഷണം മേടിച്ചാണ്. പറഞ്ഞു, എടാ എൻ്റെ പാപ്പാക്ക് എന്തായിരുന്നു അന്ന് കുഴപ്പമുണ്ടായത്? പാപ്പ എന്താന്ന് ഹോസ്പിറ്റലിൽ പോകാൻ കാരണം? പാപ്പ മരിച്ചില്ല, എന്തായിരുന്നു പാപ്പാന്റെ അസുഖം? ഇവൻ പാപ്പാന്റെ കഥ പറഞ്ഞിരുന്നപ്പോഴത്തേനും പ്ലേറ്റ് മുഴുവൻ കാലിയായിപ്പോയി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു സാധനം കൊണ്ട് വർത്താനം പറയിപ്പിക്കാൻ മറ്റവരൊക്കെ തിന്ന്, അങ്ങനെയല്ലേ? അങ്ങനെ ചെയ്യരുത്. ഇടക്കെല്ലാം എന്ത് ചെയ്യാം? നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഭക്ഷണത്തിന്റെ അതവുപ്പെട്ടതാ വായ നിറച്ച് തിന്നരുത്. വായ നിറച്ച് നമ്മൾ തിന്നരുത്. വായിൽ ഇഷ്ടം പോലെ സ്പേസ് വേണം, ചവച്ചരക്കണം എന്നാണ് ഭക്ഷണം. ക്രഷ് ചെയ്യണം. അതിന് പറ്റിയ മില്ലുകളാ നമ്മുടെ ഈ പല്ലൊക്കെ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര സ്പീഡിൽ നമ്മൾ ചവക്കുന്നതെന്ന് അറിയണമെങ്കിൽ അറിയാതൊരു വിരലെങ്ങാനും കടിച്ചു പോകണം, അല്ലെങ്കിൽ നമ്മൾ കോഡ് കടിച്ചു പോകണം. യാ അല്ലാഹ്, ഇത്ര സ്ട്രോങ്ങിലപ്പോൾ ഞാൻ ഓരോ കുബൂസും കടിക്കണമെന്ന് അപ്പോഴാ തിരിയാ. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളെ കൊണ്ട് അറിയാതെ അള്ളാഹു ഇത് ചെയ്യിപ്പിക്കുകയാണ് അല്ലേ? വായ നിറച്ച് തിന്നരുത്. ഭക്ഷണം നമ്മുടെ വായയുടെ ചുണ്ടുകളുടെ മുകളിലേക്ക് പരക്കരുത്. കുട്ടികൾക്ക് വയറ് നിറച്ചു തിന്നണമെന്ന് ഉമ്മമാർ പറഞ്ഞു കൊടുക്കരുത്. ഉമ്മാര് പറയേണ്ടത് മോനെ മിനിമം തിന്നാ മതി എന്നാ. ഗസാലിമാൻ പറയുന്നുണ്ട്, ഉമ്മാര് ഭക്ഷണം മിതമായി കഴിക്കുന്ന കുട്ടികളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. നീ അവനെ പോലെ ആവണം കേട്ടോ, നീ വയറ് നിറച്ച് തിന്നരുത് കേട്ടോ. ഇന്ന് നേരെ മറിച്ച്, ഈ കാണില്ലേ കാക്കാന്റെ മോനെ, ഓന്റെ വയറിന്റെ വലിപ്പം കണ്ടില്ലേ, നിന്റെ നോക്ക്. സുബ്ഹാനല്ലാഹ്. ഡോക്ടർമാരടുത്ത് പോയ ഉമ്മാർക്ക് ആകെയുള്ള പരാതിയത, പൊന്നാര ഡോക്ടറിന്റെ കുട്ടി ഒരു സാധനം തിന്നണില്ല. കുട്ടി ഒരു സാധനം തിന്നാതെ എങ്ങനെയാ ജീവിച്ചടക്കണത്? അപ്പോൾ എന്തൊക്കെയോ തിന്നണുണ്ട് ആവശ്യമുള്ളത്, നിങ്ങളുടെ മുമ്പിൽ ഒന്നിട്ട് തിന്നണില്ല എന്നതിന്റെ അർത്ഥം. ആ പരാതി ഇനി പറഞ്ഞു പോകരുത്. കുട്ടിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഓടി വരും, താനേ വരും, ഉമ്മ ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട്. ആ വരാത്തതേ കുട്ടിക്ക് ജീവിക്കാൻ ആവശ്യമായ എനർജി എവിടുന്നോ കിട്ടിയിട്ടുണ്ട്. അപ്പം മിഠായി കൊടുത്തതായിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കാം, എന്തോ ആവട്ടെ. നിർബന്ധിപ്പിച്ച് വയറ് നിറച്ച് തെറ്റിപ്പിക്കരുത്. വയറ് നിറച്ച് തിന്നുന്ന ആ സ്വഭാവം മുസ്ലിം ഉമ്മത്തിൽ പാടില്ലെന്നാണ്. നഹ്നു മഅ്ശറൽ മുസ്ലിം നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂഅ വലാ നഅകുലു ഹത്താ നശ്ബഅ. ശഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നഹ്നു ഖൗമുൻ, നാം ഒരു വിഭാഗമാണ്. ലാ നഅകുലു ഹത്താ നജൂഅ, വിശക്കുന്നത് വരെ നമ്മൾ തിന്നൂല. നമ്മൾ തിന്നുന്നത് വിശക്കുമ്പോഴാണ്. സമയമായിട്ടുണ്ട് 2 മണിക്ക് തിന്നണല്ലോ, അതല്ല. നിനക്ക് വിശന്നിട്ടുണ്ടോ നീ തിന്നോ.
2 മണി 4 മണി 5 മണി എന്ന് വിഷയമല്ല. ഉമ്മാരെ കുട്ടികളെ കുറച്ചോനെ കുട്ടിയെ തിന്ന് 2 മണിയായി കുട്ടിയെ 4 മണിയായി കുട്ടിയെ നീ ചോറ് വെച്ചിട്ടില്ലല്ലോ. കുട്ടിക്ക് ആവശ്യമില്ലെങ്കിൽ എന്തിനാണ് നിർബന്ധിപ്പിക്കരുത്. കുട്ടികളോട് മിനിമം തിന്നാൻ പഠിപ്പിക്കണം എന്നാ. വയറ് നിറച്ച് തിന്നുന്നത് മോശപ്പെട്ട വിഷയമാണ്. അത് മക്കൾ അങ്ങനെ ശീലിപ്പിക്കണം എന്നാ ഉലമാ പഠിപ്പിച്ചിട്ടുള്ളത്. വിശക്കുന്നത് വരെ നമ്മൾ തിന്നുകയില്ല. വയറ് നിറയുന്നത് വരെയും നമ്മൾ തിന്നുകയില്ല. അങ്ങനത്തെ വിഭാഗമാണ് നമ്മൾ. ഏതായി നമ്മൾ എന്ന് പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖിന്റെ അനുയായികൾ, ഉമ്മത്തികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളൊക്കെ കൂട്ടത്തിൽ പെട്ടപ്പോ